നിങ്ങൾ കൊടുത്തത് വെറുതെയല്ല, നിങ്ങൾ കൊടുത്തത് വെറുതെയല്ല. അതാ മോശമായ മരണത്തിൽ നിന്ന് പടച്ചുറപ്പ് നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് കാവല് നൽകുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. പടച്ചവനെ, അതാ വലിയ പെരുന്നാള് കടന്നു വരികയാണ്. ഉദ്ഹിയ്യത്ത് കൊടുക്കേണ്ട മാസമാണല്ലോ. പെരുന്നാൾ ദിവസം അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം അത് ഉദ്ഹിയ്യത്താണല്ലോ. മടിക്കല്ലേ. അല്ലാഹുവേ, സ്വന്തമായിട്ടൊരാട് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നവരുണ്ടല്ലോ. അല്ലെങ്കിൽ 7 പേരെ ഷെയർ ചേർന്നിട്ട് പടച്ചവനെ ഒരു പോത്തിനെയോ അതാ ഒരു മൃഗത്തെ ഭാഗിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. അതിലെങ്കിലും നിങ്ങൾ പങ്കാളികളാകൂ, അതിലെങ്കിലും നിങ്ങൾ പങ്കാളികളാകൂ. റബ്ബേ, അത് നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ നിനക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാ. അത് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട വാഹനമാ. മറക്കല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖകൾ നിങ്ങൾ ചെയ്യൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാളൊക്കെ വരുന്നു. ഉദ്ഹിയ്യത്തിലൊക്കെ എല്ലാവരും പങ്കാളികളാകണം ഇൻഷാ അല്ലാഹ്. ഉദ്ഹിയ്യത്തിന്റെ നിയമങ്ങളൊക്കെ പഠിക്കണം. എവിടെയെങ്കിലും പോയി ഒരു പോത്തിന്റെ കുട്ടിയെ മേടിച്ചുകൊണ്ട് വന്നാൽ ഉദ്ഹിയ്യാകുമോ? എവിടെയെങ്കിലും പോയിട്ട് 15,000 20,000 രൂപ കൊടുത്തിട്ട് ഒരു കുട്ടിപ്പോത്തിനെയും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇൻഷാ അല്ലാഹ് 30 കിലോ ഉണ്ട് 50 കിലോ ഉണ്ട് അറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല സഹോദര. ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് 2 വയസ്സ് വേണ്ടേ? പോത്തിന് 2 വയസ്സ് വേണ്ടേ? 2 വയസ്സില്ലാത്ത ഒരു പോത്ത പക്ഷെ 550 കിലോ ഉണ്ട് അറക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക് സജന്നെ. പോത്തിനെത്ര? പോത്തിന് 1.25 വയസ്സേ ഉള്ളൂ. പക്ഷെ എത്ര കിലോ ഉണ്ട്? 550 കിലോ ഉണ്ട്. അറക്കാൻ പറ്റുമോ? അത് ഓർമ്മ വേണം എല്ലാവർക്കും. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് അതൊന്നുമില്ല. എവിടെങ്കിലും പോയി ഒരു കുട്ടിപ്പോത്തിന് മേടിച്ചിട്ട് ഉസ്താദ് പറഞ്ഞല്ലേ, കമ്മിറ്റിക്കാരൊക്കെ നാണക്കേടല്ലേ ഒരു പോത്തിന് മേടിക്കുക? വേണ്ടടാ ചങ്ങാതി, ആടിനെ മേടിച്ചറുത്താൽ മതി. പോത്തിനെ വാങ്ങണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. എവിടെങ്കിലും പോയി 2 വയസ്സ് തികയാത്ത ന്യൂനതയുള്ളൊരു കുട്ടിപ്പോത്തിനെ മേടിച്ചിറക്കുന്നതിനേക്കാളും നല്ലത് നീ ഒരു ആട്ടിൻകുട്ടിയെ മേടിച്ചിറത്താൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുകയാണെങ്കിൽ ഇസ്സത്തോടു കൂടി ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് പോയി ഒരു പോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് പോയിട്ട് സത്യം പറഞ്ഞ ഞാൻ ഇന്ന് പോയി ഒരു പോത്ത് കണ്ടു. 2 ദിവസം മുമ്പ് ഞാൻ പോയി കണ്ടു. അതിനെ കണ്ടപ്പം മനസ്സിന് വല്ലാത്തൊരു, ഒരു ഉസ്താദിന്റെ വീട്ടിൽ നിൽക്കണ പോത്ത, ഒരു ഉസ്താദിന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു പോത്ത്. സത്യം പറഞ്ഞ ആ പോത്തിനെ കണ്ടിട്ട് വരാൻ തോന്നണില്ല. അത്രയ്ക്ക് മനോഹരമായ രീതി. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ വാങ്ങിയാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വില പറഞ്ഞു, തന്നില്ല. കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വില പറഞ്ഞു, തന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു. ഇൻഷാ അല്ലാഹ് എനിക്ക് എങ്ങനെ ആഗ്രഹം ഈ പള്ളിയിൽ അത് കൊണ്ടുവരണോ. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ നമ്മുടെ അൻസാരി അണ്ണനോടും ഷൗക്കത്ത് അണ്ണനോടും 2 പേരോടും പറഞ്ഞു. 2 പേരോടും പറഞ്ഞ് 2നെയും വണ്ടി വിളിച്ച് കയറ്റി ഞാൻ കൊണ്ടുപോയി ആ പോത്തിനെ കാണിച്ചു. അൽഹംദുലില്ലാഹ്, അവർ 2 പേരും അൽഹംദുലില്ലാഹ് ആ പോത്ത് വാങ്ങാനുള്ള അഡ്വാൻസും കൊടുത്തു. പോത്ത് വാങ്ങി. ഇനി പായിപ്പാട് പള്ളിയുടെ മുന്നിൽ വരും. അത് അന്ന് കാണാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ആ പോത്തിന്റെ ചുവട്ടിൽ ഒരു കുട്ടിപ്പോത്തിനെ കൊണ്ട് കെട്ടിയ തള്ളയും കുഞ്ഞു നിൽക്കണവരെ നിൽക്കും. അതാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ നല്ലത് കൊടുക്കുക. അതാണ്. അല്ലാതെ ഉള്ള വില കളയരുത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാർ. കഴിഞ്ഞ വർഷമൊക്കെ മുബാഷറിന്റെ ഒക്കെ പോത്ത് അൽഹംദുലില്ലാഹ് എന്തെല്ലാം മനോഹരമായ രീതിയിൽ അൽഹംദുലില്ലാഹ്. മദർലാൻഡാണ് ഇന്ന് പ്രാവശ്യം 1ാമത്തെ കേട്ടോ. നല്ല പോത്തുമായിട്ട് ഇങ്ങോട്ട് വരാവും. കിയാടെ വണ്ടി 18 ലക്ഷത്തിന്റെ വണ്ടി ആ പള്ളിയുടെ മുമ്പിൽ നീ വരുന്നത്. ആട്ടുംകുട്ടി ഇങ്ങോട്ടേക്കാണ് ഇങ്ങോട്ട് വന്ന. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഇസ്സത്ത് അൽഹംദുലില്ലാഹ്. നല്ല മൃഗം ഇതെന്റേതാണ് എന്ന് അന്തസ്സോടെ പറയണം. ഈ നിൽക്കുന്ന പോത്ത് എന്റേതാ. ഇതങ്ങനല്ല, കൊണ്ടവിടെ കെട്ടിയിട്ട് മാറി നിൽക്കും. ഇങ്ങനെ 10 പോത്തുണ്ടെങ്കിൽ ആ പോത്തിന്റെ ഇടയിൽ ആ ഖജാഞ്ചി ചിരിച്ചോ, ബസ് മുതലാളിയാട്ടാ, ഓർത്തു വെച്ചോ ഇൻഷാ അല്ലാഹ്. ഇന്നെന്താ ചെയ്യാ? കുറെ മൃഗത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുക. ഇത് ആരുടേതാ അറിയണില്ല. കാരണം ഓന് തന്നെ പേടി ഇതെന്റെയാന്ന് പറയാൻ. കാരണം എന്തേ? അതങ്ങനെ. അങ്ങനൊന്നും വേണ്ട. ഞാൻ കളിയാക്കിയതൊന്നുമല്ല സഹോദരങ്ങളെ. ചെയ്താൽ നല്ല രീതിയിൽ ചെയ്യണം. ഇല്ലെങ്കിൽ വേണോ? വേണ്ട.
ഇല്ലെങ്കിൽ വേണ്ട, അൽഹംദുലില്ലാ അവർ ഷെയർ ചേർന്ന് തീർത്തോ. ഉസ്താദെ ഒരു പോത്തിന് ഞാൻ വാങ്ങിച്ചരാ എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെതായ രീതിയിൽ അവന്റെ ഇസ്സത്തിനനുസരിച്ച് അൽഹംദുലില്ലാ അള്ളാന് വേണ്ടിയല്ലേ. എടോ നിനക്ക് സഞ്ചരിക്കാനുള്ള വാഹനമല്ലേ. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ റെഡിയായി നിൽക്കും. ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയം നിന്റെ ഖബറിന്റെ ചാരത്ത് നിൽക്കാ സ്വർണത്തിന്റെ വസ്തുവാ, സ്വർഗത്തിൻ തന്റെ രോമങ്ങൾ പോലെ സ്വർണം. അല്ലാഹു അൽഹംദുലില്ലാ കേരള ചങ്ങാതി എന്റെ മുകളിലോട്ട് മൃഗം പറയുക, ആട് പറയുന്നു, പോത്ത് പറയുന്നു, കേറ് എന്റെ മുഖം, നീ നടക്കണ്ട, ഞാൻ കൊണ്ടുപോകാം. നാളെ പരലോകത്ത് സഞ്ചരിക്കാനുള്ള വാഹനം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.